ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഇത് കിട്ടാൻ വേണ്ടി, ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തതിന്റെ പിന്നാലെ ഞാൻ ഫസ്റ്റ് വോയിസ് ഇത്തിരി ഇതാവുണ്ടല്ലോ, കുറച്ചും കൂടെ ട്രാവലിംഗ് ആണ്. ഹലോ, പറഞ്ഞോളൂ. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്റെ ഒരു സെൽഫ് എസ്റ്റീം കൂട്ടാന്നുള്ളതിന്റെ ബേസിൽ ഞാൻ എന്റെ ഒരു ഓർഗനൈസേഷന്റെ ഇതില് ഞാനൊരു പ്രോഗ്രാം 2 ദിവസം മുന്നേ ഹോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോ അതിന്റെ റിപ്പോർട്ട് ആ ഓർഗനൈസേഷനിൽ വരുമല്ലോ പിറ്റേ നെക്സ്റ്റ് ഡേ. ബാക്കിയുള്ള എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ അതില് ഇട്ടിരുന്നു, റെക്കഗ്നൈസ് ചെയ്തിരുന്നു. ബട്ട് എന്റെ പേര് അതിൽ റെക്കഗ്നൈസ് ചെയ്തില്ല. ആക്ച്വലി ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓൾസോ. അപ്പൊ നമ്മളത് എങ്ങനെ, അതായത് നമ്മളത് ക്വസ്റ്റ്യൻ ചോദിക്കണമായിരുന്നു. കാരണം അതിൽ തന്നെ കുറെ പേര് ചോദിച്ചു എന്ന് പറഞ്ഞു. അതായത് മെയിൽസിന്റെ മാത്രം ബോൾഡ് ചെയ്തു, ഫീമെയിൽസ് ബോൾഡ് ചെയ്തില്ല എന്നൊക്കെ. ആ ഒരു ക്വസ്റ്റ്യൻ പോലും അവര് ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തതൊന്നുമില്ല. അപ്പൊ ഞാനത് ചെയ്യണമായിരുന്നു. അതല്ല, ഞാൻ സൈലന്റ് ആയി ബാക്ക് ഔട്ട് അടിക്കണമായിരുന്നു. ഈ പ്രോഗ്രാം എങ്ങനത്തെ പ്രോഗ്രാം ആയിരുന്നു? If you could just tell me. ഈ പ്രോഗ്രാം ഒരു ഓർഗനൈസേഷന്റെ കീഴില് ഒരു ഹോണറിങ് ചെയ്യാന്ന് പറയാം. കുറച്ച് പേര് ഹോണറിങ് ചെയ്യാന്ന് പറയും, ചാർട്ടേഴ്സ് ഡേന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചതാണ്. ഞാനായിരുന്നു അത് ഹോസ്റ്റ് ചെയ്തിരുന്നത്, ഹോണറിങ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്കൊരു ആ റിപ്പോർട്ടിലൊന്നും നമ്മുടെ പേര് മാത്രം നമ്മളിപ്പോ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചതാണ്. അപ്പൊ നമുക്കത് അതില് ചോദിക്കണായിരുന്നു, എന്തുകൊണ്ട് എന്നെ മാത്രം അതിൽ പേര് ഇട്ടില്ല എന്ന് ചോദിക്കണായിരുന്നോ എന്ന് എനിക്കറിയില്ല. മിന്നാന്നായിരുന്നു. പക്ഷെ ഞാൻ അത് കേട്ട് കുറച്ച് വിഷമായി. 2 ദിവസം ഞാൻ മറ്റെല്ലാവരുടെ പേരുണ്ടോ അതില്? എല്ലാവരുടെ പേരും ഉണ്ട്. അതിൽ തന്നെ ഒരാള്, അതില് സെക്രട്ടറി പൊസിഷനിൽ നിന്നിരുന്ന ഒരു ലേഡി, അവരെ പേര് അതായത് മെയിൽസിന്റെ പേര് അതിൽ ബോൾഡ് ആയി വന്നിട്ടുണ്ട്. ഫീമെയിൽസ് എങ്ങനെയോ റിപ്പോർട്ട് വന്നപ്പോ ബോൾഡ് ആയി വന്നില്ല. പക്ഷെ അതുപോലും ക്വസ്റ്റ്യൻ ചെയ്തു അവള്. എന്തുകൊണ്ട് വുമൻസിന്റെ പേര് ക്വസ്റ്റ്യൻ ആയി, അല്ല ബോൾഡ് ആയി വന്നില്ല എന്ന് പോലും അതിൽ ക്വസ്റ്റ്യൻ വന്നു. പക്ഷെ ഞാന് അതൊന്നും ചോദിച്ചില്ല. അപ്പൊ ഞാനത് ചോദിക്കണമായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു അത് ചോദിക്കണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് 2 രീതിയിൽ നോക്കാം കേട്ടോ. ഒന്ന് പ്രൊഫഷണൽ രീതിയിൽ നോക്കാം, ഒന്ന് ഡെവലപ്മെന്റൽ രീതിയിൽ നോക്കാം. നമ്മൾ ആദ്യം പ്രൊഫഷണൽ രീതി നോക്കാം. പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ വരണ്ടേ? എല്ലാവരുടെയും പേര് കൊടുത്ത കാര്യം നിങ്ങളുടെ പേര് വരണ്ടേ? അതെ അല്ലേ, അതൊക്കെ അത് ഇമോഷണൽ പാർട്ടാണ്. ആ ഇമോഷൻസ് നമ്മൾ മാറ്റിയൊക്കെ നമ്മൾ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കാം. അവിടെ വരേണ്ടതല്ലേ? അപ്പൊ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് പറയേണ്ടതല്ലേ? ചിലപ്പോൾ അത് മറന്നു പോയി എന്ന് വരാല്ലേ അല്ലേ? ചിലപ്പോൾ അത് മറന്നു പോയിട്ടുണ്ടാവാം. ഇറ്റ് ക്യാൻ ഹാപ്പൻ ബിക്കോസ് എനിവൺ ക്യാൻ ഫോർഗെറ്റ് എനിത്തിങ്. ആം ഐ റൈറ്റ്? ഞാൻ അറിയുന്ന ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അറിയുന്ന കേസ് വളരെ അടുത്തുള്ള ബ്രദേഴ്സാണ്. അതിൽ മൂത്ത ബ്രദറിന്റെ മകന്റെ കല്യാണം, ഇളയ മകന്റെ ബ്രദറിന്റെ മക്കളുടെ കല്യാണം എല്ലാ സ്ഥലത്തും പറഞ്ഞു. എല്ലാ സ്ഥലത്തും ബ്രദറിന് വേണ്ടിയിട്ടൊക്കെ പോയി, അവരൊക്കെ പോയി പറഞ്ഞു, എല്ലാ സ്ഥലത്തും പറഞ്ഞു. പക്ഷെ സ്വന്തം ബ്രദറിനെ മറന്നുപോയി. സ്വന്തം ആരുടെയാണ് കല്യാണം അവര് മറന്നുപോയി, വിളിക്കാൻ ക്ഷണിക്കാൻ മറന്നുപോയി. അതോടുകൂടി അപ്പൊ ആ ഫാമിലി അതോട് മുറിഞ്ഞു എന്ന് പറയാം. ആ ഫാമിലി ആ ഒരു കല്യാണത്തോട് മുറിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് 2 രീതിയിൽ നോക്കണം. ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അല്ല മറ്റേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവർ മറന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ രീതി നമ്മൾ അങ്ങോട്ട് പോകാന്നുള്ളത്. സോ 2 രീതിയിൽ അത് നോക്കാം. ബട്ട് ലെറ്റ്സ് കീപ് ഇറ്റ് അവേ. ഞാൻ നിങ്ങളുടെ കേസ് സംസാരിക്കാം. നിങ്ങളുടെ കേസിൽ എല്ലാവരും അവർ അപ്രീഷിയേറ്റ് ചെയ്തു. Am I right? But they forgot to appreciate you. ചിലപ്പോൾ അത് മറക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അത് could that be something that they forgot? ചാൻസ് പക്ഷെ അത് കമ്മിയാണെന്നാണ്. കാരണം അങ്ങനെ മറന്നാലും മറന്നില്ലെങ്കിലും അവിടെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമില്ലേ?
അതെന്റെ ഇവരെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ ചോദിക്കുന്നായിരുന്നു, നീ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അത് ചോദിക്കാതിരിക്കാൻ പാടില്ല. ഞാൻ സത്യം പറഞ്ഞ ആ ഒരു 1 day കാരണം ഞാൻ ലീപ്പിൽ നമ്മള് മാസ്റ്റർ മൈൻഡ് ആഫ്റ്റർ റിപ്പോർട്ട് പോലും ഇട്ടില്ല. എനിക്കൊരു പിന്നെ എനിക്ക് ബാക്ക് ഔട്ട് അടിച്ചു. ഞാൻ മാത്രം അതിൽ ഇട്ടില്ല. അത് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ ചെയ്ത് തെറ്റാന്നുള്ള? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ല. സി, ഫ്രണ്ട്ഷിപ്പ് ഇസ് ഡിഫറെന്റ് ആൻഡ് പ്രൊഫഷണലിസം ഇസ് ഡിഫറെന്റ്. ഫ്രണ്ട്ഷിപ്പ് ഇസ് ഡിഫറെന്റ്, പ്രൊഫഷണലിസം ഇസ് ഡിഫറെന്റ്. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ചോദിച്ചില്ല, പിന്നെ ആ ഫ്രണ്ടിനെ കണ്ടിരുന്നോ? ഇല്ല. ഇപ്പൊ മിഞ്ഞാന്ന് നടന്ന ഇൻസിഡന്റ് അതെ, അതിനുശേഷം കണ്ടിരുന്നോ? അതിനുശേഷം കണ്ടിരുന്നോ? കാണാനൊന്നും കഴിയില്ല. ഇല്ല. ഡെയിലി കാണുന്ന വ്യക്തികളൊന്നും അല്ല. ഞങ്ങൾ ഒരു ഓർഗനൈസേഷൻ നടത്തുമ്പോൾ മാത്രം മീറ്റ് ചെയ്യുന്നവരാണ്. ഓക്കെ. അപ്പം നിങ്ങൾ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡോണ്ട് യു തിങ്ക് അത് നിങ്ങൾ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ സംതിങ് ഇൻ ദ ഗ്രൂപ്പ് നിങ്ങൾ അത് ചോദിക്കണ്ടല്ലേ? ഒരു ലേഡി ഹൈലൈറ്റ് ചെയ്യാത്ത കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നില്ലേ? ശരിയല്ലേ? നിങ്ങൾ വിശ്വസിക്കണ്ടോ? അത് ശരിയല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് എടുത്തേ മതിയാവും. നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ല. യോ വിത്ത് മീ? എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഒരു MC ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ നടക്കുമെന്ന് വിചാരിച്ചു. ഞങ്ങളൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും നമ്മൾ താങ്ക് യു പറയും, ഓഡിയൻസിനോടൊക്കെ താങ്ക് യു പറയും. ആ ഒരു ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള MC ഉണ്ടെങ്കിൽ MCനോട് നമ്മൾ താങ്ക് യു പറയും. ഇസ് ദറ്റ് റൈറ്റ്? ചിലപ്പോൾ നമ്മൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട്. എനിക്ക് മറന്നു പോയിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഒരു നാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തുമ്പം അതിൽ ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ്, റെഫറീസും ഒഫീഷ്യൽസും ഇന്ത്യയിൽ നിന്ന് നാനാ ഭാഗത്തു നിന്നും വന്നിരുന്നു. അതിലെല്ലാവർക്കും ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് അവർക്ക് മെമ്മൻറ്റോ സർട്ടിഫിക്കേഷനൊക്കെ കൊടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു വ്യക്തിനെ, ആ വ്യക്തി ഉച്ചക്കാണ് വന്നത്. അപ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല വ്യക്തി. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കരാട്ടെ ഇൻസ്ട്രക്ടറാണ്. അയാൾ ഫസ്റ്റിലാണ് ആ ഒരു പ്രോഗ്രാമിന്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിളിക്കാൻ മറന്നുപോയി എന്നുള്ളത്. അത് അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ അനൗൺസ് ചെയ്ത്, മിസ്റ്റർ സോൻസ് വരണം, ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ അടുത്ത് വാങ്ങിക്കാം. അദ്ദേഹം വന്നില്ല. മനസ്സിലാവുണ്ടോ? അദ്ദേഹം വന്നില്ല. കാരണം അദ്ദേഹത്തിന് അത് ഇൻസൾട്ടായിട്ട് തോന്നിയപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ നെക്സ്റ്റ് ഡേ തന്നെ അപ്പോളജി പറഞ്ഞ് ഞാൻ വെബ്സൈറ്റിലിട്ടു. അതായത് ഐ എം സോറി, ഞാൻ ഇങ്ങനത്തെ വ്യക്തിനെ വിളിക്കാൻ ഞാൻ മറന്നുപോയി, എൻ്റെ തെറ്റാന്ന് തന്നെ. അത് ഈ വ്യക്തി അറിഞ്ഞപ്പം ഉടനെ തന്നെ എന്നെ വിളിച്ച് മനസ്സിലായി, യു ഹാവ് ടു റിമൂവ് ദാറ്റ്. അത് ഞാനൊക്കെ മറന്നു നിൽക്കണേ, നിങ്ങളത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് തോന്നി അത് ഞാനും യഥാർത്ഥത്തിൽ മറന്നുപോയതാന്നുള്ള. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു വ്യക്തി, എനിക്ക് ഒരു 10 ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള 10 ഫ്രണ്ട്സിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മാറിയ ഇയാൾ. പിന്നീട് ഈ ഇൻസിഡൻസിന് ശേഷമാണ് ഇയാൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം അന്നാണ് ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അതിനുശേഷം എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിൽ 10 ആൾക്കാരിൽ ഒരാൾ ഈ വ്യക്തിയാണ്. യു ഗോട്ട് മീ? സോ സം ടൈംസ് മറന്നിട്ടുണ്ടാവാം, പക്ഷെ അത് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്, അല്ലേ? ഓക്കെ. നമ്പർ 2, ഇനി അതിനൊക്കെ മാറ്റി വെക്കാം. നിങ്ങൾ പേര് തന്നില്ല, വിളിച്ചില്ല, പറഞ്ഞില്ല, അതൊക്കെ നമ്മൾ മാറ്റി വെക്കാം. ഓക്കെ, മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഇപ്പം ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് നിങ്ങൾ നേടിയിട്ടുള്ള 3 കാര്യങ്ങൾ എന്തായിരുന്നു? വാട്ട് ആർ ദ 3 things that you learned from this function? എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ അത്? നന്ദിയല്ലേ? അതെ, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമ്പർ 2, രണ്ടാമത്തെ എന്താണ്? ആ ഫിയർ ഓവർകം ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു ഇതാണ്. അവിടെ നിങ്ങൾ സക്സസ്ഫുൾ അല്ലേ? നിങ്ങൾ നേടിയില്ല അത്? അതെ, സക്സസ്ഫുൾ ആണ്. കാരണം അതെ, ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കണോ അതോ? അതിലേക്ക് വന്നിട്ടില്ല. മൂന്നാമത്തെ എന്താ നേടിയത്? റിയലൈസേഷൻ അല്ല, അതായത് അതിൽ വന്ന വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൗ ടു ഓവർകം, അതും മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അത് മറന്നുകൂടെ? മറ്റേത് പൊയ്ക്കോട്ടെ മറന്നുകൂടെ? അതുകൊണ്ടാണ് എനിക്കത് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തോണ്ടാണ് ഞാനത് മറന്നു കഴിഞ്ഞു. അപ്പൊ അതിനെ പറ്റി ഇനി ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞു 2 അപ്രോച്ച് ഉണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞു 2 അപ്രോച്ച് ഉണ്ട്. ഒരു അപ്രോച്ച് ചോദിച്ച് വാങ്ങിക്കാൻ നേടുക എന്നുള്ളത്. രണ്ടാമത്തെ ചോദിക്കുക, എനിക്ക് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സാധനമാണ്, അത് പോട്ടെ, നെക്സ്റ്റ് ടൈം ഇത് ആവർത്തിക്കാൻ പാടില്ല.
നെക്സ്റ്റ് ടൈം ഇത് ആവർത്തിക്കാൻ പാടില്ല. അവിടെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ തെറ്റ്. യോവിത്മി. അപ്പൊ ഈ പ്രാവശ്യത്തെ മറന്നു കളയുക. കാരണം നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ, നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. am I right? നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വേദി കിട്ടിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആ ഫിയർ ഫാക്ടർ, നിങ്ങൾക്ക് ഫിയറിനെ ഫേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തം ഫീഡ്ബാക്ക്, നിങ്ങൾക്ക് സെൽഫ് റിയലൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇസ് ദാറ്റ് കറക്റ്റ്? Yes, of course. So forget about that. Forget about not calling you or not putting your name in there. But secondly, whenever it's going to happen the next time, make sure നിങ്ങൾ ആദ്യം തന്നെ പറയുക. ലാസ്റ്റ് ടൈം എൻ്റെ പേരും കൊടുത്തില്ല കേട്ടോ, തമാശ കൂടെ പറഞ്ഞാൽ മതി. ലാസ്റ്റ് ടൈം എൻ്റെ പേരും കൊടുത്തില്ല, പക്ഷെ മറക്കരുത് കേട്ടോ എന്ന് പറയാം. അത്രേ ഉള്ളൂ. Can you do that? Yes, of course, sensei. ഞാൻ അതൊന്ന് ക്ലാരിറ്റി ആവാൻ വേണ്ടിയിട്ടാണ്. ഹസ്ബൻഡ് ചോദിക്കാനായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇല്ല, എനിക്കും ഒരു ഇനി അതിനെ പറ്റി ആരോടും പറയണ്ട, അത് മറന്നാളെ. ഇപ്പൊ ലാസ്റ്റിലാണ് നിങ്ങൾ പറഞ്ഞത്, ഇനി പറയരുത്. Okay, sensei. No dwelling on the past. No dwelling on the past. Live it off. Forget about. Think about your future. Is that okay? Yes, of course. Happy? Yeah, happy, sensei. Thank you. Thank you, sensei. Thank you.